അല്ലല്ല, അവർക്ക് പലർക്കും രാഷ്ട്രീയം കഴിയും. എന്നെക്കാളും മികച്ചത് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് റോൾസാണ്. എനിക്ക് MLA സ്ഥാനമല്ല. എനിക്ക് മന്ത്രിയാകുന്നതിനേക്കാളും ഇഷ്ടം മന്ത്രിയെ അഭിനയിക്കുന്നതാണ്. സ്ഥലത്തെ പ്രധാന പെയിൻസിൽ ഞാൻ അഭിനയിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയിൽ. അടുത്ത എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയായി എനിക്ക് സ്ക്രീനിൽ കാണണം. അല്ല റിയൽ ലൈഫിൽ മുഖ്യമന്ത്രിയോ ഒരു ഗവർണർ ആകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം രാജമൗലിയുടെ സിനിമയിൽ ഒരു റോളാണ്. അല്ല, ഔട്ട്കം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരം എന്തെന്ന് ഏകദേശം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. പക്ഷേ ആ ആഗ്രഹം സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം. അതാണ് എൻ്റെ പോയിന്റ്. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത്, അത് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അത് ഏത് കാലത്തും സർക്കാർ നേരിടുന്ന പ്രശ്നമാണ്. അത് കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ നേരിട്ട വിഷയമാണ്. പക്ഷേ ആ സമയത്ത് കോവിഡ് തുടങ്ങിയ വെള്ളപ്പൊക്കം തുടങ്ങിയവ നേരിട്ട രീതിയിലും അതിൽ ജനങ്ങളുടെ ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ആ ഗവൺമെൻറ്റിൽ വന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എ ഗവൺമെൻറ് വിച്ച് ക്യാൻ സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് കോമൺ മാന് തോന്നി. അതാണ് രണ്ടാമത് തുടർ ഭരണം കിട്ടിയത്. ഇപ്രാവശ്യം അങ്ങനെ മാനേജ് ചെയ്ത സിറ്റുവേഷൻസ് ഒന്നും അധികമില്ല. ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു കലാമിറ്റിയോ അങ്ങനെയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പല മേഖലയിലും ആൾക്കാർക്ക് എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായം വോട്ടായിട്ട് മാറുമ്പോൾ അവർ ഏത് മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡിസൈസീവ് ഫാക്ടറാണ്. അപ്പോൾ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് അത് യഥാർത്ഥ തീരുമാനത്തിൽ നിന്നും ചിലപ്പോൾ മാറിപ്പോയേക്കാം. അല്ല, വ്യക്തിപരമായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. കാരണം ഗണേഷ് കുമാറിനെതിരെ എന്നല്ല, മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. മത്സരിക്കേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം രാഷ്ട്രീയം, എനിക്ക് കോളേജ് രാഷ്ട്രീയത്തിലുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. മാരിവേൺസ് കോളേജിൽ, ഗവൺമെൻറ് ആർട്സ് കോളേജിൽ 3 വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. സിനിമാ മേഖലയിലുള്ളവർ ഇതിലേക്ക് ഇറങ്ങുന്നവരോടും അത് തന്നെയാണോ താങ്കളുടെ എക്സ്പീരിയൻസ്? അല്ലല്ല, അവർക്ക് പലർക്കും രാഷ്ട്രീയം കഴിയും. എന്നെക്കാളും മികച്ചത് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് റോൾസാണ്. എനിക്ക് MLA സ്ഥാനമല്ല. എനിക്ക് മന്ത്രിയാകുന്നതിനേക്കാളും ഇഷ്ടം മന്ത്രിയെ അഭിനയിക്കുന്നതാണ്. സ്ഥലത്തെ പ്രധാന പെയിൻസിൽ ഞാൻ അഭിനയിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയിൽ. അടുത്ത എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയായി എനിക്ക് സ്ക്രീനിൽ കാണണം. അല്ല റിയൽ ലൈഫിൽ മുഖ്യമന്ത്രിയോ ഒരു ഗവർണർ ആകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം രാജമൗലിയുടെ സിനിമയിൽ ഒരു റോളാണ്.